ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 16ാമത് പ്രവാസി ഭാരതീയ സമ്മേളനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി തിങ്കളാഴ്ച പ്രധാനമന്ത്രി ചർച്ച നടത്തും. കോവിഡാനന്തര കാലത്തെ സാമ്പത്തിക അജണ്ട ചർച്ച ചെയ്യാൻ സാമ്പത്തിക വിദഗ്ധരുമായി യോഗം ചേർന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.39%. കേരളത്തിൽ ഇന്നലെ 5142 പേർക്ക് കോവിഡ് ബാധിച്ചു. സിഡ്നി 3ാം ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ 338 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. കോവിഡ് അനന്തര കാലത്ത് സാമ്പത്തിക അജണ്ട തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി സംവദിച്ചു. നീതി ആയോഗാണ് സംവാദം സംഘടിപ്പിച്ചത്. പ്രതീക്ഷിച്ചതിലും വളരെ മുൻപ് തന്നെ രാജ്യം ശക്തമായ സാമ്പത്തിക തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. സാമ്പത്തിക വിദഗ്ധരുടെ സംഭാവനകളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇത്തരം ഇടപെടലുകൾ രാജ്യത്തിന്റെ വികസന അജണ്ട രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ, നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ, സിഇഒ അമിതാഭ് കാന്ത് എന്നിവരും മറ്റ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു. കോവിഡ്-19 സാഹചര്യങ്ങളെപ്പറ്റി വിലയിരുത്തുന്നതിന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായും ആശയവിനിമയം നടത്തും. വാക്സിനേഷൻ നടപടികൾക്കുള്ള മുന്നൊരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഇന്ന് വെർച്വലായി നടക്കും. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്. സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പെർസത് സന്തോഖിയാണ് 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിലെ മുഖ്യാതിഥി. ആത്മനിർഭർ ഭാരതത്തിനായി സംഭാവന നൽകുക എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാപന പ്രസംഗം നടത്തും. 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനം പ്രവാസികളായ ഇന്ത്യൻ സമൂഹത്തിന്റെ ഇന്ത്യ ഗവൺമെന്റുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ലോകമെമ്പാടുമായി 31 ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാരാണ് ഉള്ളത്. സ്വയം പര്യാപ്ത ഇന്ത്യയ്ക്കായി പ്രവാസികളുടെ പങ്ക്, കോവിഡാനന്തര വെല്ലുവിളികൾ നേരിടൽ എന്നീ വിഷയങ്ങളിൽ പ്ലീനറി സമ്മേളനം നടക്കും. ആഗോളതലത്തിൽ വ്യാപാരം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവാസികളുടെയും ഇന്ത്യൻ വംശജരുടെയും വളർന്നുവരുന്ന സാന്നിധ്യം ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു. സമ്മേളനത്തിൽ 30 പേർക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിക്കും. ഇത്തവണ കൊറോണയുടെ പശ്ചാത്തലത്തിൽ വെർച്വലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജനുവരി 1 ആരംഭിച്ച വന്ദേ ഭാരത് ദൌത്യത്തിന്റെ 9ാം ഘട്ടത്തിൽ ബുധനാഴ്ച വരെ 49,000 പേരെ തിരികെ ഇന്ത്യയിൽ എത്തിച്ചതായി വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ അറിയിച്ചു. ഈ ഘട്ടത്തിൽ 24 രാജ്യങ്ങളിൽ നിന്നായി 1495 അന്താരാഷ്ട്ര വിമാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 2.8 ലക്ഷത്തോളം പേരാണ് മടങ്ങിയെത്തുക. കോവിഡ് പ്രതിസന്ധിയിൽ അകപ്പെട്ട് വിവിധ രാജ്യങ്ങളിലുള്ളവരെ ഇന്ത്യയിൽ തിരികെ എത്തിക്കുന്നതിനായി 2020 മേയിലാണ് വന്ദേ ഭാരത് ദൌത്യം ആരംഭിച്ചത്. ലോകത്തെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പ്രക്രിയയിൽ ഇതുവരെ 44.7 ലക്ഷത്തോളം ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി പിന്നിട്ടു. 1,37,000 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96.39%, മരണനിരക്ക് 1.45%. 2,25,449 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് ജനിതക മാറ്റം വന്ന SARS-CoV-2 വൈറസ് ബാധിച്ചവരുടെ എണ്ണം 82 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 5,142 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,325 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,569 സാമ്പിളുകളാണ് പരിശോധിച്ചത്. UK-യിൽ നിന്ന് വന്ന 3 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ലോകത്ത് ഇതുവരെ 8,84,00,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മരണസംഖ്യ 19 ലക്ഷം കടന്നു. 6,35,00,000-ലധികം പേർ രോഗമുക്തരായി. ലോകരാഷ്ട്രങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. വിദേശകാര്യ ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പൊതുനയവും കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതായി വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്നും കിം ജോങ് ഉൻ ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇക്കൊല്ലത്തെ ഡിജിറ്റൽ കലണ്ടറും ഡയറിയും കേന്ദ്ര വാർത്താവിതരണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രകാശനം ചെയ്തു. കലണ്ടറിന്റെയും ഡയറിയുടെയും ആൻഡ്രോയിഡ്, iOS മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ഈ മാസം 15-ാം തീയതി മുതൽ 11 ഭാഷകളിൽ ഈ ആപ്പ് സൌജന്യമായി ലഭിക്കുമെന്ന് ശ്രീ ജാവ്ദേക്കർ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ ഇന്ത്യ സങ്കല്പത്തിന് അനുസൃതമായിട്ടാണ് ഡിജിറ്റൽ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. മഹാരാഷ്ട്രയ്ക്കായി 5801 കോടി രൂപയുടെ പുതിയ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ദേശീയപാതാ നിർമ്മാണ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 1035 കിലോമീറ്റർ ദേശീയപാതകൾ മെച്ചപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായുള്ള ഡ്രൈ റൺ വിജയകരമായി നടന്നു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 736 ജില്ലകളിലാണ് രണ്ടാം ഘട്ട മാതൃകാ പരിശീലന പരിപാടി നടന്നത്. പരിപാടിയിൽ കളക്ടർമാർ നേതൃത്വം നൽകി. കോവിഡ് വാക്സിൻ എത്തുമ്പോൾ വിതരണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ രണ്ടാമതും ഡ്രൈ റൺ നടത്തിയത്. കേരളത്തിലും കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള രണ്ടാം ഘട്ട ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി 46 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടന്നത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ജൂൺ മുതൽ ഒക്ടോബർ വരെ ഉണ്ടായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിച്ച കർഷകർക്കായി 2192 കോടി രൂപയുടെ രണ്ടാം ഗഡു അനുവദിച്ചതായി സംസ്ഥാന ദുരിതാശ്വാസ പുനരധിവാസ വകുപ്പ് മന്ത്രി വിജയ് വഡറ്റിവാർ അറിയിച്ചു. ആദ്യ ഗഡുവായ 2297 കോടി രൂപ 2020 നവംബറിൽ വിതരണം ചെയ്തിരുന്നു. മഴയെ ആശ്രയിച്ചുള്ള വിളകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് കർഷകർക്ക് ഹെക്ടറിന് 10,000 രൂപയും ഹോർട്ടിക്കൾച്ചർ വിളകൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് 25,000 രൂപയും നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന് കർമ്മ പദ്ധതി അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. ഇതുവരെ കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ 6 സംസ്ഥാനങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷിപ്പനി ബാധിച്ച കേരളത്തിലെ 2 ജില്ലകളിലും കേന്ദ്ര സംഘം ഇന്നും സന്ദർശനം നടത്തും. ജമ്മുകാശ്മീരിൽ ശൈത്യകാല കായിക മത്സരങ്ങളുടെ രണ്ടാം ഘട്ടത്തിന് അടുത്ത മാസം ഗുൽമാർഗിൽ തുടക്കമാകും. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, അന്താരാഷ്ട്ര ഹിമാലയൻ സ്നോ റേസ് എന്നിവ ഫെബ്രുവരി 11 ആരംഭിച്ച് ഫെബ്രുവരി 16 അവസാനിക്കും. മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ലഫ്റ്റനന്റ് ഗവർണറുടെ ഉപദേഷ്ടാവ് ഫാറൂഖ് ഖാൻ വിളിച്ച യോഗത്തിൽ വിലയിരുത്തി. പ്രവാസികൾക്കും വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ 18നും 60നും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്കും അവരോടൊപ്പം വിദേശത്ത് കഴിയുന്നവർക്കും 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഒരു വർഷത്തേക്ക് 550 രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങളും തപാൽ വോട്ടും സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഇതനുസരിച്ച് വിശദമായ കർമ്മ പദ്ധതി ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. കൊച്ചി നഗരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറ്റില, കുണ്ടന്നൂർ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വൈറ്റിലയിൽ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 6.73 കോടി രൂപയും കുണ്ടന്നൂരിൽ 8.29 കോടി രൂപയും ലാഭിച്ചാണ് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. സിഡ്നിയിൽ നടക്കുന്ന 3ാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 3ാം ദിവസം അവസാനം വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺ എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ രണ്ടാം ദിനത്തിൽ 338 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യയ്ക്കായി രവീന്ദ്ര ജഡേജ 4 വിക്കറ്റ് എടുത്തപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്റ്റീവൻ സ്മിത്ത് 131 റൺസ് നേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാമത് പ്രവാസി ഭാരതീയ സമ്മേളനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി തിങ്കളാഴ്ച പ്രധാനമന്ത്രി ചർച്ച നടത്തും. കോവിഡ് അനന്തര കാലത്തെ സാമ്പത്തിക അജണ്ട ചർച്ച ചെയ്യാൻ സാമ്പത്തിക വിദഗ്ധരുമായി യോഗം ചേർന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.39%. കേരളത്തിൽ ഇന്നലെ 5142 പേർക്ക് കോവിഡ് ബാധിച്ചു. സിഡ്നി 3ാം ടെസ്റ്റ് മത്സരത്തിൽ അവസാന വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺ എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.